രാഷ്ട്രീയ സ്വയം സേവക സംഘ് ദക്ഷിണ പ്രാന്ത് ശിക്ഷാവർഗിന് പ്രൗഢോജ്വലമായ സമാപനം. തിരുവനന്തപുരം മാർ ഇവാനിയോസ് വിദ്യാമന്ദിറിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സീമ ജാഗരൺ മഞ്ച്തെ ദേശീയ സംയോജകൻ എ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. സംഘം ക്രൈസ്തവ സമൂഹത്തിനെതിരാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് മാർ ഇവാനിയോസ് ശിബിരമെന്ന് എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സംഘശിക്ഷാവർഗിന്റെ ഭാഗമായി പാളയം മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ പഥസഞ്ചലനവും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 20 സംഘജില്ലകളിലെ 117 ഖണ്ഡുകളിൽ നിന്നും 570 ശിക്ഷാർത്ഥികളാണ് 15 ദിവസത്തെ സംഘശിക്ഷാവർഗിൽ പങ്കെടുത്തത്. സംഘശിക്ഷാവർഗിന്റെ ഭാഗമായി പാളയം മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ പഥസഞ്ചലനവും സംഘടിപ്പിച്ചു. തുടർന്ന് നാലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാമന്ദിറിൽ ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം. നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം. ദണ്ഡഗണ ദക്ഷ ശ്രമിക സിദ്ധ സ്വാഗത പ്രകാർ ഏക് पार्श्वक्षेप मुष्टि प्रहार चतुष्का സമാപന സഭയിൽ സീമ ജാഗരൺ മഞ്ച് ദേശീയ സംയോജക് എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘം ക്രൈസ്തവ സമൂഹത്തിനെതിരാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് മാർ ഇവാനിയോസിലെ ശിബിരമെന്ന് എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഈ ദക്ഷിണ കേരളത്തിൽ മാർ ഇവാനിയോസ് കോളേജിന്റെ പ്രസിദ്ധമായ ഈ സങ്കേതത്തിൽ നടന്ന ഈ ശിബിരം 2 കാര്യം കൊണ്ട് സഫലമായി എന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, ഈ ശിബിരത്തിൻ്റെ നടത്തിപ്പും അതിൻ്റെ പരിണാമവും ഒക്കെ വിജയകരമായി എന്ന് നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ ശിബിരം ഈ സങ്കേതത്തിൽ നടന്നതുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. RSSനെ പറ്റി പ്രചരിപ്പിക്കുന്നതും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമുക്കെതിരായിട്ടുള്ളവർ ഈ RSS ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ പിടിച്ചു തിന്നാനുള്ള ഒരു സംഘടനയാണ് എന്നാണ്. അവർ വളർന്നു വന്നാൽ ഈ നാട്ടിൽ നിങ്ങൾക്കൊന്നും ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ചിറ്റണ്ടയിൽ മത്സരിച്ച ഒരു നമ്മുടെ ദേശീയ ബോധത്തിൻ്റെ പ്രതിനിധിയായ ഒരു സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞു, അവിടെയുള്ള എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും കയറി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പ്രചരിപ്പിച്ചത്രേ, ഈ വ്യക്തി ജയിച്ചാൽ നിങ്ങൾ ബീഫ് കഴിക്കാൻ സാധ്യമല്ല, അത് നിരോധിക്കും. ഇങ്ങനെ അർത്ഥരഹിതവും ക്ഷുദ്രവുമായ പ്രചരണങ്ങൾ നടത്തി സംഘത്തെ ഇതര മതസ്ഥർക്ക് വിരുദ്ധരാക്കാനും അവരുടെ കണ്ണിൽ ഭയാശങ്കയോടുകൂടി സംഘത്തെ പ്രതിഷ്ഠിക്കാനും കേരളത്തിൽ വളരെ വ്യാപകമായി പരിശ്രമം നടക്കുന്നു. ഭാരതം മുഴുവൻ നടക്കുന്നു. കേരളത്തിൽ അവർക്ക് വോട്ട് കൂടുതലുള്ളതുകൊണ്ട് എല്ലാവരും അതിൽ വളരെയധികം പരിശ്രമം നടത്തുന്നവരാണ്. ചടങ്ങിൽ മുൻ DGP ശ്രീലേഖ IPS അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന് നേരെ അക്രമം നടക്കുമ്പോൾ രാജ്യത്തിനകത്തുള്ളവർ പോലും ശത്രുപക്ഷത്തുള്ളവരെ പോലെയാണ് സംസാരിക്കുന്നത്. ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കാനാണ് RSS പഠിപ്പിക്കുന്നതെന്നും ശ്രീലേഖ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ പുറത്തു നിന്നുള്ള ശത്രുക്കൾ ആക്രമിക്കുമ്പോഴും അകത്ത് നിന്ന് തന്നെ ചില ആൾക്കാർ ശത്രുതാ പക്ഷം കാണിക്കുന്നു എന്നത് വളരെ കഷ്ടമാണ്. രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ മുതിർന്ന പ്രചാരകന്മാരും സംഘബന്ധുക്കളുമടക്കം 100 കണക്കിനു പേരാണ് സമാപന ചടങ്ങിൽ പങ്കെടുത്തത്. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.